സ്വസ്ഥമായി കയറിക്കിടക്കാൻ പറ്റിയ ഒരു വീടുണ്ടാകുക എന്നുള്ളത് നമ്മളൊക്കെ സ്വപ്നം കാണുന്നതാണ്. ഈ പ്രവാസികളായ ആളുകളൊക്കെ അവർ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു. നാട്ടിലുള്ള ആളുകളാണെങ്കിൽ തന്നെയും നാട്ടിൽ കഠിനാധ്വാനം ചെയ്യുന്നു, കഴിയുന്ന മേഖലകളിലൂടെ ഒക്കെ സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വസ്ഥമായി കയറിക്കിടക്കാൻ, റാഹത്തായി കിടക്കാൻ, ആരുടെയും ഉപദ്രവമില്ലാതെ, ആരുടെയും ഇടങ്ങേറ് സഹിക്കേണ്ടി വരാതെ, സ്വന്തം ആരും ഇറങ്ങിപ്പോ എന്ന് പറയാത്ത രൂപത്തിൽ സ്വന്തം എന്ന നിലയിൽ കയറി കിടക്കാൻ പറ്റിയ ഒരു കൂര ഉണ്ടാക്കണം, ഒരു കുടിലുണ്ടാക്കണം, ഒരു വീടുണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് സ്വന്തമായി ഭവനങ്ങൾ ഉണ്ടാകാൻ, സ്വന്തമായി പാർപ്പിടമുണ്ടാകാൻ, സ്വന്തമായിട്ട് താൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ജീവിതം ലഭിക്കാൻ എളുപ്പത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? പലരും ചോദിച്ച ചോദ്യമാണ്, പല ആളുകളും അന്വേഷിക്കുന്നൊരു സംഗതിയാണ്. നമ്മുടെ വീടുകളൊക്കെ സ്വർഗ്ഗതുല്യമായി തീരണം, നമ്മുടെ വീടുകളൊക്കെ ബറക്കത്തിൻ്റെ കേന്ദ്രങ്ങളാകണം. വീടില്ലാത്തവരാണെങ്കിൽ അവർക്ക് സ്വന്തമായി ഭവനങ്ങൾ ലഭിക്കണം. ഇൻഷാ അല്ലാഹ് ഞാനൊരു അമൽ പറഞ്ഞു തരാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയതും നമ്മുടെ ജീവിതത്തിലെ, വീട്ടിലെ, കുടുംബത്തിലെ, ജോലിയിലെ എല്ലാ കാര്യങ്ങളിലെയും ബറക്കത്ത് നേടിയെടുക്കാൻ പറ്റിയതുമായ അത്ഭുത അമൽ. ഇൻഷാ അല്ലാഹ് കുറച്ച് ദുആയും ദിക്റുകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അമൽ ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഫലം നൽകി അനുഗ്രഹിക്കും. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. നല്ല നല്ല നാളുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. നമുക്ക് ദുആക്ക് ഇജാബത്തുള്ള ഒരുപാട് സമയങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ റബ്ബിനോട് ചോദിക്കണം. അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ലേ? ഉദ്ഉനി അസ്തജിബു ലക്കും, എന്നോട് ചോദിച്ചോ, ഞാനിതാ ഉത്തരം നൽകാൻ തയ്യാറാണ് എന്ന്, ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്തുകൾ ഓതുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരു ബേജാറും വേണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയും. പക്ഷേ ആഗ്രഹിക്കുന്നത് ഹലാലും ത്വയ്യിബുമായ രൂപത്തിലാകണം, നല്ല രൂപത്തിലാകണം, നല്ല വഴിയിലാകണം ആഗ്രഹിക്കേണ്ടത്. ആ ആഗ്രഹം അള്ളാഹു നടപ്പാക്കി തരും. അതിന് എത്ര വൈകിട്ടാണെങ്കിലും ശരി. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, വിശുദ്ധ ഖുർആനിലൊരു ചരിത്രം പറയുന്നുണ്ട് സക്കരിയ നബിക്ക്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ ആഗ്രഹമായിരുന്നു സന്താനങ്ങൾ ഉണ്ടാകണമെന്ന്. മക്കളില്ല, വർഷങ്ങളെന്ന് വെച്ചാൽ വയോവൃദ്ധരായി ആ ദമ്പതികൾ. സക്കരിയ നബി അലൈഹി സ്വലാമും അവിടുത്തെ സഹധർമ്മിണി ഭാര്യയും വൃദ്ധരായി. പക്ഷേ വയസ്സാകാലമായപ്പോൾ അവിടുത്തെ ആ മനസ്സിൻ്റെ ആഗ്രഹമാണ്, റബ്ബി ഹബിലി, അള്ളാഹുമേ എനിക്ക് നീ എന്ത് ചെയ്യണം, നൽകണം, വലതൻ, സന്താനത്തെ നൽകണം അള്ളാഹ് എന്നിങ്ങനെ എപ്പോഴും ചോദിക്കുമായിരുന്നു. റബ്ബി ഹബിലി ദുർരിയത്തൻ ത്വയ്യിബ, എനിക്ക് നീ നല്ല സന്താനത്തെ നൽകണേ എന്ന് എപ്പോഴും അവിടെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്നാണ്. ആഗ്രഹമാണ്. കാരണം ഈ വയസ്സാകാലമായപ്പോഴോ ചോദ്യത്തിനൊരു കുറവുമില്ല. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാർദ്ധക്യ സമയത്ത് അള്ളാഹു ഒരു മറുപടി കൊടുക്കാം. യുബശ്ശിറുക ബിഗുലാമിൻ, ഒരു സന്താനത്തെ കൊണ്ടിതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു എന്നൊരു മലക്ക് വന്ന് ആരോട് പറയാം? സക്കരിയ നബിയോട്. ഏത് സമയത്ത്? വൃദ്ധരായി, എന്ത് ചെയ്യുക, നല്ല വയോവൃദ്ധരായി, ശരീരമൊക്കെ ചുക്കിച്ചുളുങ്ങി ആവതൊക്കെ കുറഞ്ഞ സമയത്ത് മലക്ക് വന്ന് പറയണെന്ത്, നിങ്ങൾ ദുആയിരുന്നില്ലേ, ആ ദുആക്ക് ഇതാ ഇജാബത്ത് കിട്ടിയിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു സന്താനത്തെ നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് സ്വാഭാവികമായിട്ട് നമ്മളും ചിന്തിച്ചല്ലോ, ഇപ്പോൾ എന്ത് വയസ്സാം കാലത്ത് കിട്ടിയിട്ട് എന്ത് കാര്യമൊന്നും ഇല്ലേ? ആവതുള്ള കാലത്ത് മൊത്തവും ഇടങ്ങേറായിട്ട് വയസ്സാം കാലത്ത് കിട്ടിയിട്ട് എന്ത് കാര്യം ചിന്തിക്കേണ്ട. കാരണം ആ സമയത്ത് അള്ളാഹു കൊടുത്ത ഒരു കൊടുക്കൽ. എന്താണ് കൊടുത്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത് യഹ്യ നബി എന്ന പൊന്നോമന മകനെയാണ്. ഏറ്റവും ഗുണമുള്ളൊരു മകനെ, ഏറ്റവും ഗുണമുള്ളൊരു സന്താനത്തെ, ത്വയ്യിബായ സന്താനത്തെയാണ് ആർക്ക് കൊടുത്തത്? സക്കരിയ നബി അലൈഹി സ്വലാമിന് കൊടുത്തത്. നമ്മളും ആഗ്രഹിക്കേണ്ടത് അതല്ലേ? നമുക്ക് അള്ളാഹു നൽകുന്നുണ്ടെങ്കിൽ നല്ലത് നൽകണമെന്നല്ലേ? അല്ലേ? ഇപ്പോൾ ഒരു വീട് അള്ളാഹു നമുക്ക് നൽകി, വീട്ടിൽ ഒരു ബറക്കത്തും ഇല്ലാത്ത ശകുനം പിടിച്ച വീടാണെങ്കിൽ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട്, ആ വീട്ടിൽ താമസമാക്കിയതിന് ശേഷം പിന്നെ രോഗങ്ങൾ ഒഴിഞ്ഞ സമയമില്ല എന്ന്. എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്നറിയും. രോഗങ്ങൾ ഒഴിഞ്ഞ സമയമില്ല, ഇടങ്ങേറുള്ള എപ്പോഴും ഇടങ്ങേറാണ്. ഇപ്പോൾ അടുത്തൊരു സഹോദരൻ വിളിച്ച് പറഞ്ഞത്, ഞാൻ ഉസ്താദെ ഒരു ആറ്റുനൂറ്റൊരു വണ്ടി വാങ്ങി, നല്ല പുതിയൊരു മോഡൽ വണ്ടിയുടെ പേര് പറഞ്ഞു എനിക്ക് അറിയില്ല. അപ്പോൾ ആ വണ്ടിയുടെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്യാവശ്യം 7 സീറ്റർ വണ്ടി, 7 ആളുകൾക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. ആറ്റുനോറ്റ് വാങ്ങിയതാണ്, ആഗ്രഹിച്ചു വാങ്ങിയതാണ്. എന്നാൽ ആ വണ്ടി വാങ്ങിയിടം മുതൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ആ വണ്ടി തട്ടാത്തതില്ല എന്ന് ആലോചിച്ച് നോക്കി. തട്ടുക എന്ന് പറഞ്ഞാൽ ആ വണ്ടി എടുത്തിടം മുതൽ എപ്പോഴും തട്ടലാണ്, മുട്ടലാണ്. നമുക്ക് മാസത്തിൽ വലിയൊരു എമൗണ്ട് അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ചിലവായിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് കാര്യമുണ്ടോ? വണ്ടി എടുത്തു എന്ന് വരുന്നത് അങ്ങനെയല്ല. നമുക്ക് വേണ്ട എന്താ? കിട്ടുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം.
അപ്പോൾ ചോദ്യം നല്ല രൂപത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് നൽകുമെന്നാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യഹ്യാ നബിയുടെ ഒക്കെ എത്ര ചരിത്രമാണ് വിശുദ്ധമായ ഖുർആൻ പറയണത് ഇല്ലേ. അപ്പോൾ അള്ളാഹു അവരുടെ ബർക്കത്തുണ്ട് നമ്മെ നന്നാക്കി തരുമാറട്ടെ. അതുകൊണ്ട് ബേജാറാകണ്ട എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ചോദിക്കുക, ഇൻഷാ അല്ലാഹ് അള്ളാഹു നൽകും. ഉദ്ഉനി അസ്തജിബ് ലക്കും. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു അമല് പറഞ്ഞുതരാം. വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്ത് ആഗ്രഹമായിക്കോട്ടെ, ഏറ്റവും പ്രധാനമായി മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് സ്വന്തമായിട്ടൊരു കുടിൽ, സ്വന്തമായിട്ടൊരു കൂര, സ്വന്തമായിട്ടൊരു വീട്, ഭവനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അമൽ ജീവിതത്തിൽ ചെയ്യാം. ഒരു 5 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ആയത്തുകളുണ്ട്, അതുപോലെ തന്നെ ദുആയുണ്ട്, അതുപോലെ ദിക്റുണ്ട്, ഇസ്മുണ്ട്, അതുപോലെ നമുക്ക് ചൊല്ലാൻ പറ്റിയൊരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയുണ്ട്, ഒരു ദിക്റുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു അമലാണ്. പക്ഷേ അത് കൃത്യമായിട്ട് നമ്മൾ ദിവസവും ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമുക്ക് കയറി കിടക്കാൻ, സ്വസ്ഥമായി ജീവിക്കാൻ മസ്കനായ ഒരു സ്ഥലം അല്ലാഹു നൽകി അനുഗ്രഹിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം കാണാം. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ത്വലാഖിലെ 2-3 ആയത്തുകൾ, 2-3 ആയത്തുകളുടെ ഭാഗം, 65-ാമത്തെ സൂറത്താണ് സൂറത്തു ത്വലാഖ്. അതിലെ 2-3 ആയത്തുകൾ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഈ ആയത്തുകൾ, ഇത് ഒരായത്തിൻ്റെ പകുതി മുതലും അതുപോലെ തന്നെ 3-ാമത്തെ ആയത്തുമാണ് ഈ പറഞ്ഞത്. ആരെങ്കിലും ഒരാൾ ദിവസവും 7 തവണ ഈ ആയത്ത് പതിവാക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭവനം കൊണ്ട് ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. ഇത് വലിയൊരു മഹാനായ ഒരു സയ്യിദ് എന്നോട് നിങ്ങൾ ഇത് ചൊല്ലിക്കോ, പതിവാക്കിക്കോ എന്ന് പറഞ്ഞ് ഇജാസത്ത് നൽകിയ ഒരു ആയത്ത് കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം വഫാത്തായി പോയി, അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ത്വലാഖിലെ ഈ ആയത്ത് ആരെങ്കിലും ഒരാൾ ദിവസവും 7 തവണ പതിവാക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായ ഭവനം നൽകി അനുഗ്രഹിക്കും. അല്ലാഹു കയറി കിടക്കാനുള്ള നല്ല ഭവനം നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തത് പറഞ്ഞുതരാം. ആരെങ്കിലും ഒരാൾ വീടും നന്മയുള്ള നല്ല ജീവിതവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇക്കൂട്ടത്തിൽ ചെയ്യാൻ പറ്റിയൊരു ദുആയാണ് വിശുദ്ധമായ ഖുർആനിലെ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ആയത്താണ് ഇത്. സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്യുമ്പോൾ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഈ ഒരു ദുആ ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ, അധികരിപ്പിക്കുകയാണെങ്കിൽ എല്ലാ ഇടങ്ങേറുകളും മാറി സമാധാനമുള്ള കുടുംബവും അല്ലാഹു അവർക്ക് നൽകും. അപ്പോൾ വീടും കുടുംബവും ലഭിക്കാൻ ഈ ഒരു ആയത്തും അതിൻ്റെ കൂട്ടത്തിൽ പതിവാക്കാവുന്നതാണ്. ഇനി സാമ്പത്തികമായി മെച്ചമുണ്ടാകാൻ, നമ്മൾക്ക് കുടുംബത്തിൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ, ഈ അമലിൻ്റെ കൂട്ടത്തിൽ ചൊല്ലാൻ പറ്റിയ ദിക്റാണ് യാ ഗനിയു യാ മുഗ്നി എന്നുള്ളത്. അതും ഒരുമിച്ച് എന്ത് ചെയ്യാം, ദിവസവും ചൊല്ലുക. ഈ ആയത്തുകളും ദിക്റുകളുമൊക്കെ എല്ലാ ദിവസവും പതിവാക്കേണ്ടതാണ് ഈ പറയുന്നത് കേട്ടോ. യാ ഗനിയു യാ മുഗ്നി എന്നത് എല്ലാ ഇശാ നിസ്കാര ശേഷവും 100 തവണ ചൊല്ലുക. യാ ഗനിയു യാ മുഗ്നി എന്നത് എല്ലാ ഇശാഇൻ്റെ ശേഷവും 100 തവണ മുടങ്ങാതെ ചൊല്ലുക. ഇത് ചൊല്ലുമ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുറഞ്ഞ പക്ഷം 11 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ചൊല്ലണം. 11 ദിവസമെങ്കിലും, ഇന്ന് ചൊല്ലി നാളെ ഇല്ല, മറ്റന്നാളില്ല, അതിൻ്റെ പിറ്റേന്നില്ല, അങ്ങനെ തോന്നുമ്പോൾ ചൊല്ലിയാകാൻ പാടില്ല. തോന്നുമ്പോൾ ചെല്ലുന്ന ആൾക്കാരാകാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യുക, ചൊല്ലി തുടങ്ങുമ്പോൾ 11 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലണം. എന്ന് വെച്ചാൽ 11 ദിവസം കഴിഞ്ഞ് നിർത്താമെന്നാണോ? അല്ല, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ആയിട്ട് ചൊല്ലുക. നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് അല്ലാഹു നൽകും. അപ്പോൾ 3-ാമത്തെ കാര്യം അതാണ്. ഇനി 4-ാമതായി കാണാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്തുൽ വാഖിഅ സൂറത്ത് എല്ലാ രാത്രിയിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു വട്ടം ഇതിൻ്റെ കൂടെ ഓതിയിരിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ദുആകൾ, ദിക്റുകൾ, അതുപോലെ തന്നെ അത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്നത് 7 തവണ ദിവസവും ചൊല്ലൽ. രണ്ടാമത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന എന്നുള്ള ദിക്റിന് ശേഷം ദുആ ചെയ്യൽ. അതുപോലെ തന്നെ അതിനുശേഷം യാ ഗനിയു യാ മുഗ്നി എന്നുള്ളത് 100 തവണ 11 ദിവസം തുടർച്ചയായി ചൊല്ലൽ. ശേഷം സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ്, ഇശാഇന് ശേഷം കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ചൊല്ലൽ. ഇനി അടുത്തത് 5-ാമതായി കാണാം, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ റിസ്ഖിൽ വിശാലത ഉണ്ടാകാൻ ചൊല്ലാൻ പഠിപ്പിച്ച, നമ്മളെപ്പോഴും കേൾക്കുന്ന അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക വ അഗ്നിനി ബി ഫളിക അമ്മൻ സിവാക എന്ന ദിക്റ് കൂടെ എന്ത് ചെയ്യുക, ദിവസവും 11 തവണ അല്ലെങ്കിൽ 33 തവണ, ഒന്നീ 11 തവണ അല്ലെങ്കിൽ 33 തവണ എന്ത് ചെയ്യുക, അതും ഈ ഒരു അമലിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ സുന്ദരമായ ഭവനം കൊണ്ട് അനുഗ്രഹിക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന
സുന്ദരമായ ഭവനത്തിന് വേണ്ടി കൊതിക്കുന്ന, നമ്മുടെ നല്ലൊരു മസ്കന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ഇതൊരു മുതൽക്കൂട്ടാണ്. വീടില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ കൂടെയുള്ളവർ, കുടുംബാദികൾ, അവരിലേക്കൊന്ന് ഇത് എത്തിച്ചു കൊടുക്കുക. നല്ല ഒരു നന്മ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ എടുത്ത് ഷെയർ ചെയ്യുന്നു. ഇതൊരു നന്മ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂലി കൂടെ നമുക്ക് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.